അഭിലാഷാണെന്ന് തോന്നുന്നത്. അഭിലാഷ് ചില സമയം എന്റെ ഒരു വല്യേട്ടനെ പോലെയാണ്. എടാ മോനെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. അങ്ങനെ അയ്യോ നാലേട്ടാ. എന്നിട്ട് നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ, കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ ഒരു സങ്കടം വരുന്ന സമയങ്ങളുണ്ടോ? അഭിലാഷിന് ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട്, അതുപോലെ എന്റെ അച്ഛനും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പം പുള്ളി എന്നോട് അതിന്റെ ഓരോ സ്ട്രഗിളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ കൂടെ കുറെ കണക്ട് ആയി. അപ്പം സന്തോഷം വരുന്ന സമയം, സന്തോഷം കൂടുതൽ സന്തോഷം വരുന്ന സമയമാണ് നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ കിച്ചണിലൊക്കെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് പരസ്പരം താറ്റിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും വളരെ സന്തോഷമിരിക്കാം. ലക്ഷ്മി ഇവിടെ നല്ലോണം മനസ്സിലാക്കിയ ഒരാള് നെവിനാണ്. വീടൊരു കറിയാണെങ്കിൽ അതിനകത്ത് ഉപ്പ് നെവിനാണ്, ഒഴിവാക്കാൻ പറ്റാത്ത എന്റർടൈനർ ആണ്, ഗെയിം ഉണ്ട്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആളാണ്. നമ്മൾ എന്ത് ചെയ്താലാണ് നെവിന് ഇഷ്ടം? നമ്മള് നെവിന്റെ അടുത്ത് ഫുഡ് ഷെയർ ചെയ്താലോ അങ്ങനത്തെ കാര്യങ്ങൾ ആ ഗസ്റ്റ് ചെയ്തത് നെവിന് ഭയങ്കര ഇഷ്ടമാണ്. നെവിന്റെ ഹെയർ സ്റ്റൈൽ എന്റെ മോന്റെ ഹെയർ സ്റ്റൈൽ പോലെ അത് പറയുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മേക്കപ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യങ്ങളോ സ്റ്റൈലിങ്ങിന്റെ ഞാൻ എന്തെങ്കിലും സജഷൻ നെവിന്റെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. നെവിൻ മൂഡ് ഓഫ് ആകുമ്പോൾ അവൻ ഒറ്റയ്ക്ക് വിടുന്നതാണ് അവന് ഇഷ്ടം, അല്ലാതെ നമ്മൾ ആ സമയത്ത് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന അവന് ഇഷ്ടം. പറയുന്നുണ്ടോ നെവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ തനിച്ചു വിടുക അല്ലെ? അതാണ്, അങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഒരു സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഏകാന്തത അല്ലെ? നമ്മൾ ശരിക്കും ജനിക്കുന്നതും തനിച്ചാണ്, മരിക്കുന്നതും തനിച്ചാണ്. അതിനിടയിൽ കുറച്ച് സമയമുള്ളൂ. അതിൽ ഏറ്റവും നല്ല ഒരു സൗഹൃദം ഉണ്ടാക്കുക. കാര്യം ജനിക്കുന്നതും നമുക്കറിയില്ല എവിടുന്നാണെന്ന് അല്ലെ? എത്രയോ ഒരു ഏകാന്തതയിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്, പോകുന്നത് അതുപോലെ. അപ്പൊ ആ സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ടാകണം. ഓക്കെ, താങ്ക് യു.